ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, എന്താണ് തോട്ട്സ്, എന്താണ്? ടു ഓഫ് വാണ്ട്സിൻ എനർജി വന്നിട്ടുണ്ട്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. ചാരിയറ്റാണ്. ടു ഓഫ് വാണ്ട്സും ചാരിയറ്റും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പം ഇത് ചാരിയറ്റിൻ്റെ എനർജി വരുമ്പം പ്രപ്പോസിങ് എനർജിയാണ്. ഓക്കെ, എഗെയിൻ നിങ്ങളടുത്തോട്ട് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജി, രഥത്തിൽ വരുന്ന ഒരു രാജകുമാരൻ്റെ എനർജിയാണിത്. ദാറ്റ് മീൻസ് പ്രപ്പോസ് ചെയ്ത് വരിക, ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യുക, ഒന്നും കൂടി ഇഷ്ടം പറയുക. ഒരു സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. അപ്പം ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ, ഇതിനു വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ പേഴ്സണ്. ഒരു ഹോപ്പ് കൊടുത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു അവസരം വരുമ്പം നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, നിങ്ങളടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുക, തുറന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി. അപ്പം നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ എനർജിയാണ്. ആൻഡ് 5 ഓഫ് വാണ്ട്സിൻ എനർജിയാണ്. ഈ പേഴ്സണ് പേടിയുണ്ട്. നിങ്ങളടുത്തോട്ട് എഗെയിൻ വന്നു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ഉണ്ടാകുമോ, ഒരു വഴക്ക് നടക്കുമോ, അല്ലെങ്കിൽ ഒന്നും കൂടി പ്രശ്നങ്ങൾ കൂടുതലാകുമോ, വഷളാകുമോ, ഇവർ നിങ്ങളടുത്ത് പെരുമാറിയതുപോലെ നിങ്ങൾ തിരിച്ച് പെരുമാറുമോ എന്നൊക്കെയുള്ളൊരു തോട്ട്സ് കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അതായത് സിറ്റുവേഷൻ ഒന്നും കൂടി മോശമായി പോകുമോ എന്നുള്ളൊരു പേടി എന്ന് പറയാൻ പറ്റത്തില്ല, ഈഗോ ആണ്. പക്ഷെ എന്നാലും ഒരു ഫൈറ്റിംഗ് എനർജി വരുമോ എന്നുള്ളൊരു തോട്ട്സ് കാര്യങ്ങൾ. ഓക്കെ, 4 ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 4 ഓഫ് സോട്ട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണെന്ന് കാണുന്നുണ്ട്. ഒരു കൂടുതലും ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് പോലെ എടുക്കുക കേട്ടോ. അപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്ട്രോങ് ആയിട്ട് ഇവർ കുടുങ്ങി നിൽക്കുന്നൊരു എനർജി കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുക. ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവർ. നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെ പോകണം, എങ്ങനെ എന്നുള്ള രീതിയിൽ പലതരത്തിൽ. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളടുത്ത് അവർ ഒരു കോണ്ടാക്റ്റിൽ നിൽക്കുന്നില്ല, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ പ്ലാനിങ് ആണ്. അതായത് സ്റ്റക്കഡ് സിറ്റുവേഷനിലും ആ ഇരുന്നിരിപ്പിലിരുന്ന് പ്ലാൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. കൂടുതൽ ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് ഇവിടെ ഒരു റീസൺ കാണുന്നുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ബ്ലാക്ക് മെയിൽ ചെയ്യുക, ബ്ലാക്ക് മാജിക് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ കൂടുതലായിട്ടും അവിടെ പിടിച്ചു നിർത്തുന്നത്. കാരണം കുടുങ്ങി നിൽക്കുകയാണ്, ഇറങ്ങി വരാൻ സാധിക്കാത്ത രീതിയിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അവർ നിൽക്കുന്ന സിറ്റുവേഷൻ കുറച്ച് സ്ട്രോങ് ആണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഹൈഡിങ് എനർജി പേഴ്സൺ നിങ്ങളുടെ അടുത്തുണ്ട്. ആ ഒരു ക്ലാരിറ്റി ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് പല കാര്യങ്ങളും മറച്ചു പിടിക്കുക. മൂണിൻ്റെ എനർജിയാണ്. ആൻസൈറ്റി ഉണ്ട് ഈ പേഴ്സണ്, ഫിയർ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആയിരിക്കാം ഇവർ ഭയക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളടുത്ത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു പേടിയായിരിക്കാം. ഓക്കെ, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ അറിയാനുണ്ട്. ഈ ഹൈഡിങ് എനർജി എന്ന് പറയുന്നത് ചീറ്റിംഗ് എനർജിയാണ് ഒരു തരത്തിൽ. അതായത് ഒരുപാട് നാളത്തെ കോണ്ടാക്ട് കാര്യങ്ങൾ, അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടും പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം
തോന്നിയിട്ടുണ്ടാവും ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇപ്പോഴും തുറന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആ പേഴ്സണെ നന്നായിട്ട് അറിയാം. അത് മേ ബി നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കാം. നിങ്ങൾ ചിലപ്പം അതിനെ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ പേടിച്ചിട്ടായിരിക്കാം, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടീനെ പേടിച്ചിട്ടായിരിക്കാം. ടവറിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് നാളത്തെ സെപ്പറേഷൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നത്. സോ അതൊരു മിസ്സിങ് എനർജിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ അവർ ബ്രേക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ലോങ് ടേം ടൈം ആയിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ട്. അത് ഈ പേഴ്സൺ തന്നെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സ്, അവർക്ക് ആ ഒരു സെപ്പറേഷൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നടുവിലൊരു ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീലിങ്സ് എംബ്രസിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തോന്നുക, നിങ്ങളുടെ കെയറിങ് മിസ് ചെയ്യുക, നിങ്ങൾ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഒരുപാട് മെമ്മറീസുകൾ മിസ് ചെയ്യുക, ഒരുപാട് മിസ്സിങ് എനർജിയാണ് കാണുന്നത്. സ്നേഹം ഒരുപാട് തോന്നുന്നുണ്ട്, പുതിയ പുതിയ ഫീലിങ്സ് കാര്യങ്ങൾ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ സ്നേഹത്തിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് ട്രൂ ആണ്. പക്ഷേ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം എംബ്രസ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്ലാരിറ്റിയാണ്. ഈ പേഴ്സൺ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ ആൻസർ പറയാൻ വേണ്ടി പറ്റും. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സ്നേഹം ഇവർക്കുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് അൺകണ്ടീഷണലാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ലിമിറ്റഡ് അല്ല എന്നുള്ള രീതിയിൽ. എല്ലാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഹൈ പ്രീസ്റ്റസിന് എനർജി വന്നിട്ടുണ്ട്. എഗെയിൻ തേർഡ് പാർട്ടീനെ കാണിച്ചു തരാണ്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി കാര്യങ്ങളുണ്ട്. സോ ഇവരുടെ തോട്ട്സിനകത്ത് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പ്രാർത്ഥിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവർ ദൈവത്തെ വിളിച്ചു പോവാണ്. കാരണം അവരുടെ സിറ്റുവേഷൻ അത്രയും ബാഡ് ആയിരിക്കാം. തേർഡ് പാർട്ടിയിൽ കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മെയിൽ ഓർ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് അത്രയും അങ്ങോട്ട് അഡിക്റ്റഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എന്തോ ഒന്നിങ്ങനെ അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിർത്തി വെച്ചേക്കുവാണ്. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി തന്നെയാണ് നമുക്കിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, തേർഡ് പാർട്ടീനെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ ഒരു മൂന്നാമതൊരാൾ നിൽക്കുമ്പോൾ ഇവർ തന്നെ വരുത്തി വെച്ചിട്ടുള്ളതായിരിക്കാം. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു മൂന്നാമതൊരാൾ നിൽക്കുന്നത് ഇപ്പം അവർ കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്, കുടുങ്ങിപ്പോയ പോലൊരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അവർ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഇമോഷൻസ് നിങ്ങളടുത്ത് ഈ പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഫീലിങ്സ് കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഹൈഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ബാലൻസ്ഡ് ആക്കി വെച്ചേക്കുന്നത് പോലെയാണ്. അതായത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഓക്കെ, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, പുതിയ പുതിയ ഫീലിങ്സുകൾ വരിക, ഇമോഷൻസ് വരിക. സോ അതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്, കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. ഹൈഡിങ് അല്ല, കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. ബിക്കോസ് ഒരു പോസ് എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇതൊരു കർമ്മയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഈ പേഴ്സൺ ചെയ്തതിനുള്ള ഒരുപാട് ലെസൺസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു തിരിച്ചടി പോലെ ഒരു ചേഞ്ച് സംഭവിക്കാൻ, ഈ പേഴ്സൺ ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചെയ്തത് എന്താണോ അത് അവർക്ക് ലൈഫിലേക്ക് തിരിച്ചു കിട്ടിയതുപോലെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു കർമ്മ പോലെ അവർക്കത് തിരിച്ചു കിട്ടി എന്നുള്ളത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പം ഒരു അണ്ടർസ്റ്റാൻഡില്ലായ്മ വന്നിട്ടുണ്ടാകാം. ഒരു നിങ്ങളുടെ പേഴ്സണായിട്ട് പോയതായിരിക്കാം, നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി തേർഡ് പാർട്ടി ഉണ്ടായിട്ടും നിങ്ങളെ ചൂസ് ചെയ്തതായിരിക്കാം. ഓക്കെ, ഈ പേഴ്സണായിട്ട് തന്നെയാണ് എല്ലാം വരുത്തി വെച്ചത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത് ക്ലാരിറ്റി ആയിട്ട്. അപ്പോൾ അവരെന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ 6 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല.